ഈസ് യുവർ ഗോഡ് റിയലി യുവർ ലോഡ്? നിങ്ങളുടെ ദൈവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ കർത്താവാണോ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാസ്റ്റർ ആണോ? ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് കിങ്ഡം ലൈഫ്. നമ്മളിൽ പലരും എപ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ കർത്താവ് എന്ന് വിളിക്കാറുണ്ട് ദൈവത്തെ. പക്ഷേ നമ്മൾ ദൈവത്തെ നമ്മുടെ കർത്താവാക്കിയിട്ടുണ്ടോ? നമ്മുടെ ദിനം പ്രതിയുള്ള ജീവിതത്തിൽ ദൈവത്തെ യഥാർത്ഥത്തിൽ നമ്മളുടെ കർത്താവാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഡെയിലി ലൈഫിൽ ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല വാതിലുകളും ഈ ദൈവത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറ്റിയാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇസ് ഹി റിയലി യുവർ ലോഡ്? ഇസ് ഹി റിയലി യുവർ ലോഡ്? നിങ്ങളുടെ കർത്താവാണോ? എങ്ങനെയാണ് ഈ ദൈവത്തെ നമ്മുടെ കർത്താവാക്കുന്നത്? ഈ ദൈവത്തെ നമ്മളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ദൈവത്തെ നമ്മുടെ കർത്താവാക്കി മാറ്റുന്നത്? ഒരു വചനം വായിക്കാം. സങ്കീർത്തനം 27-ന്റെ 4-ാം വാക്യത്തിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഇങ്ങനെ പറയുന്നു: വൺ തിങ് ഐ ഹാവ് ഡിസൈർഡ് ഓഫ് ദ ലോർഡ്, ദാറ്റ് ഐ വിൽ സീക്ക്, ദാറ്റ് I may dwell in the house of the Lord all the days of my life, to behold the beauty of the Lord and to inquire in his temple. വചനം ഇങ്ങനെ പറയുന്നു: ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, ദൈവത്തിൻ്റെ ആലയത്തിൽ എൻ്റെ ദിവസങ്ങളൊക്കെയും ജീവിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് പറയുവാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു ആഗ്രഹവും ഇല്ല, ദൈവത്തിൻ്റെ ആലയത്തിൽ എൻ്റെ ദിവസങ്ങളൊക്കെയും വസിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടൊരു വാക്കൂടെ പറയാണ്, ടു ബിഹോൾഡ്. എന്തിനാണ് വസിക്കുന്നത്? ടു ബിഹോൾഡ് ദ ബ്യൂട്ടി ഓഫ് ദ ലോർഡ് ആൻഡ് ടു ഇൻക്വയർ ഇൻ ഹിസ് ടെമ്പിൾ എന്ന് പറഞ്ഞ അവൻ്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ടതിന് വേണ്ടി, അവൻ്റെ സൗന്ദര്യം ദർശിക്കേണ്ടതിന് വേണ്ടിയും അവനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതിന് വേണ്ടിയും ഞാൻ അവൻ്റെ ആലയത്തിൽ എൻ്റെ ദിവസങ്ങൾ മുഴുവൻ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹാവ് യു മെയ്ഡ് ഗോഡ് യുവർ ലോഡ്? നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ മാസ്റ്റർ ആക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കർത്താവാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരവാണിത്. എങ്ങനെയാണ്, ഹൗ ഡു യു മേക്ക് യുവർ ഗോഡ് യുവർ ലോഡ്? നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ കർത്താവാക്കുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ മറുപടിയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ടു ഇൻക്വയർ ഓഫ് ദ ലോഡ്, ടു ഇൻക്വയർ ഇൻ ഹിസ് ടെമ്പിൾ. അവൻ്റെ ആലയത്തിൽ അവനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതിന്, അവനുമായിട്ട് ആരായേണ്ടതിന്, അവനുമായിട്ട് സംസാരിക്കേണ്ടതിന്. ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഹൗ ഓഫൺ ഡു യു ഇൻക്വയർ ഓഫ് ദ ലോഡ്? നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ദൈവത്തിനോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്? ഹൗ ഓഫൺ ഡു യു ഇൻക്വയർ ഓഫ് ദ ലോഡ്? എനിക്കറിയാം, പലപ്പോഴും നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ദൈവത്തിനോട് പോയി ചോദിക്കാറുണ്ട്. അത് നല്ലതാണ്. കാരണം വചനം പറയുന്നു, ആസ്ക് ആൻഡ് യു ഷൽ റിസീവ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, നിങ്ങൾക്ക് കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കണം. പക്ഷെ ഹൗ ഓഫൺ ഡു യു ഇൻക്വയർ ഓഫ് ദ ലോഡ്? അത് വസിക്കുന്നവന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. കർത്താവിൽ വസിക്കുന്നവന് മാത്രമേ, നിരന്തരമായി അവൻ്റെ ആലയത്തിൽ വസിക്കുന്നവന് മാത്രമേ അവൻ്റെ അടുത്ത് നിരന്തരമായി ചോദിക്കാൻ പറ്റത്തുള്ളൂ, നിരന്തരമായി അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ആവശ്യം വരുമ്പോൾ, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ, ബാക്കി സകലരും നിങ്ങൾക്ക് ഒരു മറുപടി തരാൻ സാധിക്കാതെ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ഓടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാ നേരവും, ഒരു ദിവസം, ഓരോ ദിവസവും അതൊരു ഹാബിറ്റായിട്ട് കർത്താവിനോട് നിങ്ങൾ ചോദിക്കാറുണ്ടോ? എല്ലാ ദിവസവും കർത്താവിനോട് കൂടെ ഒരു യാത്ര പോകുകയാണെന്ന് വിചാരിക്കുക. യു ആർ ഗോയിങ് ഓൺ എ ജേർണി വിത്ത് ഹിം. യു ഡു നോട്ട് നോ ദ വേ. നിങ്ങൾക്ക് അതിൻ്റെ വഴി അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത്, ഏത് വഴിയാ പോകുന്നത്, ഇനി എന്താ, അടുത്ത സ്റ്റെപ്പ് എന്താ, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? ദിസ് ഈസ് ദ എക്സാക്ട് സെയിം തിങ് ദറ്റ് യു നീഡ് ടു ഡു എവറി ഡേ, എവറി സിംഗിൾ ഡേ ഓഫ് യുവർ ലൈഫ്. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇങ്ങനെ ഒരു ദിനചര്യ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ കർത്താവുമായിട്ട്. നമ്മൾ എപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കാൻ നമ്മൾക്കറിയാം.
കർത്താവേ, എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എനിക്ക് ഇന്നത് ചെയ്തു തരണം, എൻ്റെ ഇന്ന ആവശ്യത്തിന് അങ്ങ് മറുപടി തരണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളുടെ ആവശ്യത്തിന് അങ്ങ് മറുപടി തരണം എന്ന് പറയുന്നത് പോലെ ഓരോ ദിവസവും എഴുന്നേറ്റ് എത്ര പേര് ദൈവത്തിനോട് ചോദിക്കും, ലോർഡ് വാട്ട് ഡു യു വാണ്ട്? കർത്താവെ, അങ്ങേക്ക് എന്ത് വേണം? അങ്ങ് ഞാൻ ഇന്ന് എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഇന്ന് എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ഇന്ന് ആരോട് സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഹി ബാഡ്ലി വാണ്ട്സ് ടു ഹിയർ ദാറ്റ് ഫ്രം യു. ദൈവത്തിന് അ- അതിയായ ആഗ്രഹമാണ് നീ അത് ചോദിക്കണം എന്ന്. ദിസ് ഇസ് ഹൗ യു ഇൻക്വയർ ഓഫ് ദ ലോഡ്. ഇങ്ങനെയാണ് ദാവീദ് പറഞ്ഞത്, ദറ്റ് ഐ വോണ്ട് ഇൻക്വയർ ഓഫ് ദ ലോഡ്. അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ ആലയത്തിൽ എനിക്ക് അവനുമായി സംവദിക്കണം, അവനോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഹല്ലേലൂയ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. യാക്കോബ് എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യു ഡു നോട്ട് ഹാവ് ഫോർ യു ആസ്ക് നോട്ട്. നിങ്ങൾ യാചിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്ക് യാചിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ പലതും ദൈവത്തിന്റെ ഹിതം ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. See, let me tell you, he has plans for you. He has beautiful plans for you. ദൈവത്തിന് മനോഹരമായ പദ്ധതികളുണ്ട് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചും. പക്ഷേ നമ്മൾ ചോദിക്കാത്തത് കൊണ്ടിട്ട് ഇത് പലതും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നില്ല. സി, ദൈവം പ്ലാനുകൾ വന്ന് ഓരോരുത്തരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല. ഹീസ് എ ജെന്റിൽമാൻ. ഹി ഡസൻറ്റ് കം ആൻഡ് ഇമ്പോസ് ഇറ്റ് ഓൺ യു. അത് നിങ്ങളുടെ മേൽ അത് തല്ലിത്തരുന്ന ഒരാളല്ല. യു നീഡ് ടു ആസ്ക്. നിങ്ങൾ ചോദിക്കണം ഓരോ ദിവസവും, ലോർഡ് ഇന്നെന്താണ്, ഇന്ന് എങ്ങനെയായിരിക്കണം? പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏത് വഴി നമ്മൾ പോകണം? ഇന്ന് ഏത് വ്യക്തിയോടും നമ്മൾ സംസാരിക്കണം? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഇന്നത്തെ ദിവസം? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അത് ദൈവത്തിന്റെ സന്നിധിയിലാണോ നിങ്ങൾ എടുക്കാറ്? നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കാറുണ്ടോ? എന്തെങ്കിലും നമ്മൾ മേജറായിട്ട് മേടിക്കുന്ന സമയത്ത്, ഒരു സ്ഥലം മേടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത്, ഒരു ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത്, ഡു യു ആസ്ക് ദ ലോർഡ്? ഡു യു ഇൻക്വയർ ഓഫ് ദ ലോർഡ്? ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് എവറിത്തിങ് ദറ്റ് യു ഗോണ ഡു. ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് വരും. അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകും. അത് ഏറ്റവും ഭംഗിയായിട്ട് അതിനെ ദൈവത്തിന് മാറ്റാൻ സാധിക്കും. ബട്ട് യു നീഡ് ടു ആസ്ക്, യു നീഡ് ടു ഇൻക്വയർ ഓഫ് ദ ലോർഡ്. നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കണം. ഒരു ഡിസിഷൻ മേക്കിംഗ്, നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, നിങ്ങൾ തീരുമാനം എന്തെടുക്കണം എന്നറിയാത്ത സിറ്റുവേഷനിൽ, യു നീഡ് ടു ആസ്ക് ദ ലോർഡ്. ഞാൻ പറയട്ടെ, മറ്റാരോട് പോയി അത് ചർച്ച ചെയ്യുന്നതിന് മുന്നായിട്ട് ദൈവത്തിനോട് അത് ചർച്ച ചെയ്യണം. ബിക്കോസ് യു ആർ എ ടീം. നീയും നിന്റെ ദൈവം ഒരു ടീമാണ്. നിങ്ങൾ പാർട്ട്നേഴ്സ് ആണ്. യു ആർ പാർട്ട്ണറിങ് വിത്ത് ദ ലോർഡ് ആൻഡ് യു നീഡ് ടു ആസ്ക് ഹിം, ലോർഡ് ഇത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇത് എന്ത് ചെയ്യണം എന്നാണ്? ഏത് തീരുമാനം എടുക്കണം എന്നാണ്? ആരെ തിരഞ്ഞെടുക്കണം എന്നാണ്? ആരുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കണം എന്നാണ്? ആരെ വിവാഹം കഴിക്കണം എന്നാണ്? ഏത് ജോലിക്ക് പോകണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? യു നീഡ് ടു ആസ്ക് ഹിം ആൻഡ് ഹി വിൽ ടെൽ യു. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സി, ഇറ്റ്സ് വെരി ഹാർഡ് ടു ഹിയർ ഫ്രം ഗോഡ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വളരെ പാടാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് അതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ ആഗ്രഹിച്ചാൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിനോട് സംസാരിച്ചാൽ, യു വിൽ ഡെഫിനറ്റ്ലി ഹിയർ ബാക്ക് ഫ്രം ഗോഡ്. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട്, നിങ്ങൾ ഇരിക്കാത്തത് കൊണ്ട്, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് യു ആർ നോട്ട് ഏബിൾ ടു ഹിയർ. ഹല്ലേലൂയ. നിന്റെ കൂടെ സമയം ചെലവഴിക്കാനും നിങ്ങൾക്ക് പറഞ്ഞു തരാനും, ദൈവത്തിന്റെ വിലയേറിയ ഹിതം, പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഹി ഈസ് വെയിറ്റിംഗ്. ദൈവം കാത്തിരിക്കുവാണ്. ഇഫ് ഓൺലി യു സ്പെൻഡ് സം ടൈം വിത്ത് ഹിം. നിങ്ങൾ ദൈവത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുവാണെങ്കിൽ ഹി വിൽ ടോക്ക് ബാക്ക് ടു യു. ദൈവം നിങ്ങൾക്ക് മറുപടി തരും, നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ കൂടെ ഇരിക്കും, വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യു ആർ എ ടീം വിത്ത് ഗോഡ്. നിങ്ങൾ ദൈവവും, യു ആർ എ
ടീം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത്, നമുക്കറിയാം ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. കാരണം യേശു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ് ഈ സഭ മുന്നോട്ട് പോകുന്നത് ശിഷ്യന്മാരിലൂടെയാണ് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കപ്പെടാനുള്ളത്. ലോകം മുഴുവൻ, പിന്നെ യേശുവിന്റെ ശരീരം എന്ന് പറയുന്നത്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഈ ശിഷ്യന്മാരുടെ മേലാണ് നിൽക്കുന്നത്. സോ ഇറ്റ്സ് എ ക്രൂഷ്യൽ ഡിസിഷൻ ഫോർ ഹിം, ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളത്. അത് യേശു, നമ്മൾക്ക് കാണാം, യേശു ചുമ്മാ പോയിട്ട് 12 പേരെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ഹി സാറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഫാദർ ദ ഹോൾ നൈറ്റ്. ആ രാത്രി മുഴുവൻ പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന്, ആൻഡ് വാട്ട് ഹി വാസ് ഡൂയിങ്, ഹി വാസ് ഇൻക്വയറിംഗ് ഓഫ് ദ ഫാദർ. പിതാവിനോട് ചോദിക്കുമായിരുന്നു, പിതാവെ എനിക്ക് പറഞ്ഞതാ, ആരെയാ ഞാൻ തെരഞ്ഞെടുക്കേണ്ടത്? യേശുവിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനിക്കാം, ഞാൻ ദൈവപുത്രനാണ്, എനിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാം, എനിക്ക് സ്വന്തമായിട്ട് ആലോചിക്കാം, എനിക്ക് സ്വന്തമായിട്ട് തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ടെന്ന് യേശുവിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് പറയാം. ബട്ട് ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. ഹി inquired of the father. പിതാവിനോട് ചോദിച്ചു, പിതാവിന്റെ മേൽ ആശ്രയിച്ചു. യേശുവിന് ഈ ഒരു തീരുമാനത്തിന് പിതാവിന്റെ മേൽ അത്രയേറെ ആശ്രയിക്കേണ്ടി വന്നെങ്കിൽ, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എത്രയധികം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം, എത്രയധികം പിതാവിനെ ആശ്രയിക്കണം, എത്രയധികം യേശുവിനെ ആശ്രയിക്കണം. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ, നോട്ട് ജസ്റ്റ് ദ മേജർ ഡിസിഷൻസ്, എവറി ഡേ, എവറി സിംഗിൾ അവർ, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, ഓരോ മിനിറ്റും ഞാൻ പറയട്ടെ, ഏത് വഴി പോണം? ലോർഡ് ലീഡ് മീ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ. ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ? പരിശുദ്ധാത്മാവ് ലവ് ടു കറക്റ്റ് യു. ഇഫ് യു ആർ ഗോയിങ് ഇൻ എ റോങ് ഡയറക്ഷൻ, നിങ്ങൾ തെറ്റായ ഒരു ദിശയിലാണ് പോകുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിന് അത്ര സന്തോഷമാണ് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ. ഹി വിൽ കറക്റ്റ് യു. അത് അനുസരിക്കാൻ നമുക്കൊരു താഴ്മ ഉണ്ടാവണം, അതനുസരിക്കാൻ നമുക്കൊരു ഹ്യൂമിലിറ്റി ഉണ്ടാവണം. ആൻഡ് ആസ്ക് ഹിം, ലോർഡ് ആം ഐ ഡൂയിങ് ഇറ്റ് റൈറ്റ്? ഞാൻ ഇതാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതാണോ ചെയ്യേണ്ടത്? ഞാൻ ഏത് വഴിയാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തരും, കർത്താവ് കൂടെ ഇരിക്കും. ബട്ട് യു നീഡ് ടു ആസ്ക്, യു നീഡ് ടു ഇൻക്വയർ. അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞത്, ഹി ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എന്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞു. എന്തുകൊണ്ടാ? ഓരോ കാര്യത്തിനും ദൈവത്തിന്റെ പിന്നാലെ നടക്കുമായിരുന്നു, ഓരോ കാര്യത്തിനും ദൈവത്തിനോട് ചോദിക്കുമായിരുന്നു, ഈ യുദ്ധത്തിന് പോകുമ്പോൾ എനിക്ക് ജയം തരുമോ? ഞാൻ ഇന്ന വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ എനിക്ക് ജയം തരുമോ എന്ന് ഓരോ വട്ടവും ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ മടി കാണിക്കരുത് കേട്ടോ. ഇന്ന് ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ നിങ്ങൾ നാണിക്കരുത്. നമ്മളുടെ പിതാവാണ്. നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ, നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് സ്വർഗത്തിൽ, യേശു ക്രിസ്തു. അവൻ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുന്ന നമ്മളുടെ യേശു. ആൻഡ് നമ്മൾക്ക് ഇവിടെ ഭൂമിയിൽ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധ, ഹല്ലേലൂയ, ആൻഡ് വി ക്യാൻ ആസ്ക് ഹിം. നമ്മൾക്ക് ദൈവത്തിന്റെ അടുത്ത് ചോദിക്കാനുള്ള സകല അവകാശങ്ങളും ഉണ്ട്. ഞാൻ ചെയ്യുന്ന സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്, എവറി ഡേ ഞാൻ വർക്കിന് പോവുകയാണെങ്കിലും, ഞാൻ വീട്ടിലിരിക്കുവാണെങ്കിലും, ഐ ആസ്ക് ദ ലോർഡ്, കർത്താവെ ഇന്ന് എങ്ങനെ ആയിരിക്കണം? ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഹി വിൽ ലീഡ് ദ ഹോൾ ഡേ. ഹി വിൽ ലീഡ്. ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും സീനു സ്റ്റോപ്പ്, ഡോണ്ട് ഡു ദാറ്റ്. ചില കാര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇംപ്രസ് ചെയ്യും, ഡു ഇറ്റ്, ഗോ ഫോർവേഡ്. ബട്ട് യു നീഡ് ടു ആസ്ക്. ദിവസത്തിന്റെ തുടക്കം നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം. ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ ചോദിക്കണം. ആൻഡ് ജോലിക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നതിന് മുന്നേ തന്നെ വർക്ക് പ്ലേസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ലോർഡ്, ഇത് എനിക്ക് പ്രോബ്ലമാണ്, ഇതെനിക്ക് ബുദ്ധിമുട്ടാണ്, ഇതെനിക്ക് ഡിഫിക്കൾട്ടാണ്, ഹെൽപ്പ് മീ. വാട്ട് ഷുഡ് ഐ ഡു? ഈ സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹി വിൽ ടെൽ യു എവറിത്തിങ്. ബട്ട് ഇൻക്വയർ ഓഫ് ദി ലോർഡ്. ഈവൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ഐ വാസ് ആസ്കിങ് ദി ലോർഡ്, കൺട്രോൾ മൈ ടങ്, ലെറ്റ് മീ നോട്ട് സ്പീക്ക് എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് ഫ്രം യു. കർത്താവെ, അങ്ങ് എന്നെ കൺട്രോൾ ചെയ്യണം, അങ്ങ് എനിക്ക് പറഞ്ഞു തരണം, എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞു തരണമേ. ആൻഡ് ഹി വിൽ ലീഡ് യു. ലെറ്റ് മീ ടെൽ യു, ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ അറിയുന്ന ഒരാളൊന്നും അല്ല. ഇൻഫാക്ട് എനിക്ക് സംസാരിക്കാനേ അറിയത്തില്ല. ബട്ട് ഞാൻ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിനോട് ചോദിക്കുമ്പോൾ, ഹി വിൽ ലീഡ് യു.
ഹി വിൽ പുട്ട് ദ റൈറ്റ് വേർഡ് ഇൻ യുവർ മൗത്ത്. അവൻ തന്റെ വായിൽ കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു തരും. ആൻഡ് ലെറ്റ് മീ എൻകറേജ് യു, ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും എൻകറേജ് ചെയ്യാണ് ടു ഇൻക്വയർ ഓഫ് ദ ലോർഡ്, ഇൻക്വയർ ഇൻ ഹിസ് ടെമ്പിൾ. അവന്റെ ആലയത്തിൽ അവനോട് ചോദിക്കുക, ഓരോ കാര്യങ്ങളും അവനോട് ചോദിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.